ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The term maturity refers the date on which the bill of exchange or a promissory note becomes due for payment. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മുകളിലാണെങ്കിലും പ്രോമിസറി നോട്ടിൻ്റെ മുകളിലാണെങ്കിലും പണം കൊടുക്കേണ്ട ഡേറ്റിനെയാണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. In arriving at maturity date, 3 days known as days of grace must be added to the date on which the period of credit expires. ഇൻസ്ട്രുമെൻറ്റ് ഇസ് പേയബിൾ. ആ ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കേണ്ട സാധാരണ രീതിയിൽ നമ്മൾ ഒരു മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 30 ദിവസം എന്ന് പറയുമ്പോൾ അതിന് ശേഷം വരുന്ന എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന 3 ദിവസം കൂടിയുണ്ട്. ആ ദിവസത്തെ പറയുന്ന പേരാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 3 എക്സ്ട്രാ ഡേയ്സ്, 3 എക്സ്ട്രാ ദിവസം കൊടുക്കുന്നതിനെയാണ് കൊടുക്കുന്നത് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. If a bill is dated on March 5 എഴുതി is payable 30 days after date it falls due on April 7. 30 ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് മാർച്ച് 5 എഴുതുന്നതെങ്കിൽ മാർച്ചിൽ 31 ദിവസമുണ്ട്. ആ ദിവസം കൂടി മാർച്ച് 6, 7 എന്ന് പറഞ്ഞ് 30 ദിവസം കംപ്ലീറ്റ് ആവുന്നത് ഏപ്രിൽ 4 ആ 4 കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ 5, 6 കഴിഞ്ഞ് ഏപ്രിൽ 7 അത് മെച്യൂർ ആവുന്നത്. അതേസമയം അത് മാർച്ച് 5 എഴുതിയത് ഇഫ് ഇറ്റ് വർ പേയബിൾ ഓൺ 1 month ആഫ്റ്റർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത് എങ്കിൽ അത് ഏപ്രിൽ 8 മെച്യൂരിറ്റി ആവുന്നത്. കാരണം മാർച്ച് 5 എഴുതിയത് ഏപ്രിൽ 5 ആവുമ്പോൾ ഒരു മാസമായി, പിന്നെ 6, 7, 8 അങ്ങനെ 8-ാം തീയതിയാണ് മെച്യൂരിറ്റി ആവുന്നത്. അപ്പം 30 ദിവസത്തെ എന്ന് പറയുന്ന കാലാവധിയും 1 മാസത്തെ എന്ന് പറയുന്ന കാലാവധിയും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ദെൻ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വേർ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഈസ് എ പബ്ലിക് ഹോളിഡേ ദ ഇൻസ്ട്രുമെൻറ്റ് വിൽ ബിക്കം ഡ്യൂ ഓൺ പ്രിസീഡിങ് ബിസിനസ് ഡേ. അതൊരു ഞായറാഴ്ചയോ ഒക്കെയാണ് എങ്കിൽ അതിൻ്റെ തലേ ശനിയാഴ്ച തന്നെ എന്താവും മെച്യൂരിറ്റി ആയതായിട്ട് കണക്കാക്കും. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കാനുള്ളത് ഈ ദിവസം, അതായത് ഏപ്രിൽ 8 എന്ന് പറയുന്നത് പബ്ലിക് ഹോളിഡേ ആണ് എങ്കിൽ ഏപ്രിൽ 7 ശനിയാഴ്ചയായി നിങ്ങൾക്കറിയാം. അതേസമയം പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അവധിയാണെങ്കിൽ ബട്ട് വെൻ എൻ എമർജൻറ്റ് ഹോളിഡേ ഈസ് ഡിക്ലെയർഡ്, ഏതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഗവൺമെൻറ് പെട്ടെന്ന് ഒരു അവധി പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഏപ്രിൽ 8 എന്ന് പറയുന്നത് ഒരു ബുധനാഴ്ചയാണ്. ആ ബുധനാഴ്ച പെട്ടെന്ന് ഒരു അവധി പറയുകയാണെങ്കിൽ ആ ഏപ്രിൽ 8 അതിനുശേഷമുള്ള വ്യാഴാഴ്ച, അതായത് ഏപ്രിൽ 9-ാം തീയതിയാണ് അത് മെച്യൂരിറ്റി ആവുന്നത്. ഈ ഭാഗം എപ്പോഴും ഒരു മാർക്കിന് കാൽക്കുലേഷൻ അല്ലെങ്കിൽ 2 മാർക്കിന് വരാറുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, 30 ദിവസം ആണ് എങ്കിൽ അത് 30 ദിവസം തന്നെ ആയിരിക്കണം. അപ്പോൾ ഫെബ്രുവരി ഒക്കെയാണ് വരുന്നതെങ്കിൽ ഫെബ്രുവരി 28 ദിവസമാണ്, ചില വർഷങ്ങളിൽ അത് 29 ദിവസമാണ്. അത് ശ്രദ്ധിക്കണം. അതിന് ശേഷമാണ് 3 ദിവസം ആഡ് ചെയ്യേണ്ടത്. ഒരു മാസം എന്നാണ് പറയുന്നത് എങ്കിൽ അത് കൃത്യം അതേ ഡേറ്റ് പിന്നത്തെ മാസം. അവിടെ ഫെബ്രുവരിയിൽ 28 ദിവസമാണോ 29 ദിവസമാണോ എന്നൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നേരത്തെ മുൻകൂട്ടി അറിയുന്ന അവധി ദിവസം, ഇപ്പോൾ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ഞായറാഴ്ച, ഇതൊക്കെ നേരത്തെ അറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം തന്നെ മെച്യൂരിറ്റി ആവുന്നു. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഡേ വന്നത് ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ജനുവരി 26 എന്നൊക്കെ ആണെങ്കിൽ നമ്മളത് ഓർത്ത് വെക്കണം. ഓക്കെ, അതേപോലെ ഒക്ടോബർ 2 അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണ് മെച്യൂരിറ്റി ആവുന്നത്. അതേസമയം അതൊരു പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ 8 എന്നുള്ളത് ഏപ്രിൽ 9 ഒക്കെ ആയി മാറാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ.